കുണ്ടറയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ 10 വയസ്സുകാരി പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിഗണിക്കാത്ത പോലീസിനെ എങ്ങനെ വിശേഷിപ്പിക്കണം? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ വിഷയത്തിൽ താങ്കൾ ഇടപെട്ടുവല്ലോ. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ വലിയ സമരവും സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് മറുപടി നൽകിയിരുന്നു നിയമസഭയിൽ. പോലീസ് എന്തൊക്കെ കാര്യങ്ങൾ ഈ വിഷയത്തിൽ ചെയ്തുവെന്ന്. 2 മാസം മുൻപാണ്, അതായത് ജനുവരി 15-നാണ് തൂങ്ങി മരിച്ച നിലയിൽ ഈ പെൺകുട്ടിയെ കണ്ടത്. അതിനുശേഷം പോലീസ് കേസെടുക്കുകയുണ്ടായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യയായിരിക്കാം മരണകാരണം എന്ന് പറയുകയുണ്ടായി. ലൈംഗിക പീഡനം നടന്നിട്ടുണ്ട് എന്ന കാര്യവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതാണ്. പിന്നീട് ഇങ്ങോട്ട് പോലീസ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുവെന്ന് മുഖ്യമന്ത്രി എണ്ണി പറയുകയും ചെയ്തു. 2 പോലീസുകാർക്ക്, SIക്കും CIക്കും സസ്പെൻഷനും കിട്ടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ യഥാർത്ഥത്തിൽ ഉള്ളത്, അതോ പോലീസ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ ഉണ്ടായത്? മഞ്ജുഷേ, ഈ കാര്യത്തിൽ കൊല്ലം ജില്ലയിലെ സകല മാധ്യമ പ്രവർത്തകന്മാരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുണ്ട്ര പോലീസ് സ്റ്റേഷൻ മുമ്പിലും കല്ലട പോലീസ് സ്റ്റേഷൻ മുമ്പിലും ഇന്ന് രാവിലെ മുതൽ കൊട്ടാരക്കര ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുമ്പിലുമുണ്ട്. ഈ കുട്ടി മരിക്കുന്നത് ജനുവരി മാസം 15-ാം തീയതിയാണ്. 15-ാം തീയതി കുട്ടി തൂങ്ങി നിൽക്കുന്ന വിവരം അറിഞ്ഞിട്ട് നാട്ടുകാർ മൊത്തം അവിടെ തടിച്ചുകൂടിയപ്പോൾ ഈ സംഭവം നടക്കുന്ന വാർഡിലെ മെമ്പറായ ബിന്ദു ജയകുമാർ അവിടെ ചെന്നു. ബിന്ദു ജയകുമാർ ഈ ദൃശ്യം മൊബൈൽ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. മാത്രമല്ല, പത്രക്കാരുടെ മുഴുവൻ കയ്യിലും ഇതിൻ്റെ വിഷ്വലുമുണ്ട്, ഫോട്ടോയുമുണ്ട്. അപ്പോൾ ഈ കുട്ടി ജനൽ കമ്പിയിൽ തൂങ്ങി നിൽക്കുമ്പോൾ ആ കുട്ടിയുടെ 2 കാലുകളും താഴെ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സ്വാഭാവികമായി ആത്മഹത്യ ചെയ്യാൻ ആര് തുനിഞ്ഞാലും ആത്മഹത്യയുടെ കുരുക്ക് മുറുകുമ്പോൾ വിഷം കഴിച്ചാണെങ്കിലും മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചിട്ടാണെങ്കിലും കയറിട്ട് തൂക്കിയിട്ടാണെങ്കിലും കയറ് മുറുകുമ്പോൾ മരണവെപ്രാളം വരും. ഏത് കച്ചുത്തുരുമ്പിലും പിടിച്ച് പിന്നെ രക്ഷപ്പെടാനാണ് നോക്കുന്നത്. അപ്പോൾ ആത്മഹത്യ ചെയ്യാനൊക്കെ തീരുമാനിക്കുമ്പോഴും മരണം അടുത്ത് കഴിയുമ്പോൾ, വെപ്രാളം വന്നു കഴിയുമ്പോൾ ജീവൻ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. ഏത് കച്ചിത്തുരുമ്പിലും പിടിക്കും. മാത്രമല്ല 10 വയസ്സുകാരി കുട്ടിയാണ്. ഈ കുട്ടിയുടെ കാല് താഴെ തൊട്ട് നിൽക്കുന്ന ദൃശ്യം എല്ലാവരുടെ കയ്യിലുമുണ്ട്. അപ്പോൾ പോലീസ് എത്തി. പോലീസ് ഈ ദൃശ്യമൊക്കെ പകർത്തി. അവർ ഇൻക്വസ്റ്റ് തയ്യാറാക്കി. ആ ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഈ പോസ്റ്റ്മോർട്ടം മെഡിക്കൽ കോളേജിൽ നടത്തണമെന്നൊരു ആവശ്യമുയർന്നു. പോലീസ് തയ്യാറായി. മെഡിക്കൽ കോളേജ് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ വാർഡ് മെമ്പറായ ബിന്ദു ജയൻ അതിനോടൊപ്പം പോകേണ്ട വ്യക്തിയാണ്. പോകാൻ കഴിഞ്ഞില്ല. കഴിയാതിരിക്കാൻ കാരണം അവരുടെ മകളന്ന് ശബരിമലയ്ക്ക് പോവുകയാണ് രാത്രിയിൽ. അപ്പോൾ ശബരിമലയിൽ പോകുന്നവരെ യാത്രയാക്കണം. അതുകൊണ്ട് ബിന്ദു തൊട്ടടുത്ത വാർഡിലെ തൻ്റെ സഹപ്രവർത്തകരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പറുമായ 6-ാം വാർഡ് മെമ്പറോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു അസൗകര്യമുണ്ട്, അതുകൊണ്ട് മെമ്പർ ഒന്ന് സഹായിക്കണം. മെമ്പർ ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സ്ഥലത്ത് അവരോടൊപ്പം പോകണം. അങ്ങനെ ബിന്ദുവിൻ്റെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് മെമ്പർ, 6-ാം വാർഡ് മെമ്പർ, തൊട്ടടുത്ത വാർഡ് മെമ്പർ തിരുവനന്തപുരത്ത് പോകുന്നത്, പോസ്റ്റ്മോർട്ടം നടത്തുന്നത്, പിറ്റേന്ന് കൊണ്ടുവരുന്നത്. ഈ പോസ്റ്റ്മോർട്ടം നടത്തി ഈ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പ് ആ കുട്ടിയുടെ പിതാവ് ആ വീട്ടിൽ വന്നു. അവിടെ വെച്ച് ഈ കുട്ടിയുടെ മുത്തച്ഛനും അമ്മാവനും നാട്ടുകാർ മുഴുവൻ കാണുകെ അയാളെ മാരകമായി മർദ്ദിച്ചു. അവസാനം ഈ പഞ്ചായത്ത് മെമ്പർ ബിന്ദു ജയൻ അടക്കമുള്ള നാട്ടുകാർ അയാളെ തൊട്ടടുത്തൊരു വീട്ടിൽ കൊണ്ടിരുത്തി. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് വീട്ടിലെത്തി. ആ കുട്ടിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ ഈ പിതാവ് ശ്രമിച്ചു. അപ്പം വീണ്ടും അദ്ദേഹത്തെ മർദ്ദിച്ചു. സകല നാട്ടുകാരും കേൾക്കെ ആ പിതാവ് വിളിച്ചു പറഞ്ഞു, ഇത് 2ാമത്തെ തൂക്കിക്കൊലയാണ് ഇവിടെ നടക്കുന്നത്. ഭാര്യയെ നോക്കിയിട്ടാ പറഞ്ഞേ, നീ ഇതിനെല്ലാം സാക്ഷിയാണ്. ഇവിടെ 2ാമത്തെ തൂക്കിക്കൊല നടക്കുന്നു. നേരത്തെ ഈ ഒരു പയ്യൻ അവിടെ മരിച്ചു, അതും തൂങ്ങിയതാണ്. ഇതുവരെ ആ മരണകാരണം കണ്ടുപിടിക്കപ്പെട്ടില്ല. ഇതും 2ാമത്തെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തൊട്ടടുത്ത ദിവസം കിട്ടുന്നു. 22 മുറിവുകൾ ആ കുട്ടിയുടെ ശരീരത്തുണ്ട്. അത് മാത്രമല്ല, അതിൻ്റെ ഗുഹ്യഭാഗത്ത് മാരകമായ മുറിവുണ്ട്. മാത്രമല്ല, ആ കുട്ടി ഈ മരണം നടക്കുന്നതിന് 3 ദിവസം മുമ്പ് വരെ പ്രകൃതി വിരുദ്ധ നടപടികൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. മാരകമായി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ ഞാൻ ഇടപെടട്ടെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം പോലീസ് IPC 375A 376(1) പോക്സോ
ഈ വകുപ്പുകൾ അനുസരിച്ച് കേസെടുത്തതാണല്ലോ. ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്. പോലീസ് നൽകിയ വിവരമായിരിക്കുമല്ലോ എന്തായാലും ഇത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം പോലീസ് നടപടി എടുത്തിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിച്ചു? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി, ഈ പറയപ്പെടുന്ന കേസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 2 മാസത്തെ സമയം കഴിഞ്ഞല്ലോ. 2 മാസം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് പ്രതികളെ കണ്ടെത്തിയില്ല? ഈ കുട്ടിയെ ആരാണ് ലൈംഗികമായി പീഡിപ്പിച്ചത്? ഈ കുട്ടിയെ പ്രകൃതി വിരുദ്ധ നടപടിക്ക് വിധേയമാക്കിയത് ആരാണ്? ഈ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി ആരാണ്? ഇനിയിപ്പോൾ ആത്മഹത്യയാണെന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോൾ ആത്മഹത്യയിലേക്ക് കുട്ടിയെ നയിച്ചതാരാണ്? ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴി ഒപ്പിട്ടത് കുണ്ട്രം പോലീസ് സ്റ്റേഷനുണ്ട്. അപ്പം ദുരൂഹമായ ഒരു മരണം നടന്നു. അപ്പം മരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി, ഈ പറയപ്പെടുന്ന കേസെടുത്തു. അപ്പോൾ ഉത്തരവാദി SI മാത്രമാണോ? ഉത്തരവാദി CA മാത്രമാണോ? അപ്പം DYSP എന്തുകൊണ്ട് ഈ കേസ് CAയും SIയും അന്വേഷിച്ചില്ലെങ്കിൽ അദ്ദേഹം അന്വേഷിക്കാൻ തയ്യാറായില്ല? എന്തുകൊണ്ട് SP DYSPയോട് ചോദിച്ചില്ല, CAയോട് ചോദിച്ചില്ല? പോലീസ് നൽകുന്ന വിശദീകരണമാണ് വിചിത്രമായിട്ടുള്ളത്. ഞാൻ ഇടപെടുകയാണ്. ശ്രീ സജികുമാർ, പോലീസ് നൽകുന്ന വിശദീകരണം ഈ 10 വയസ്സുകാരി പെൺകുട്ടിയുടെ വീട്ടുകാർ സഹകരിച്ചില്ല, അതുകൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നതാണ്. എത്രമാത്രം വാസ്തവമാണ് പോലീസിന്റെ ഈ പ്രതികരണം? കേസെടുത്തതിന് ശേഷം പോലീസ് എന്തെങ്കിലും തുടർ നടപടികൾ ചെയ്തിട്ടുണ്ടോ? ഇത് പിന്നീട് വലിയ വാർത്തയായതിനു ശേഷം മാത്രമല്ലേ പോലീസ് കാര്യക്ഷമമായി ഇടപെടാൻ ശ്രമിച്ചിട്ടുള്ളൂ? മാത്രമല്ല മുഖ്യമന്ത്രി ഇക്കാര്യത്തിലൊരു വിശദീകരണം നൽകിയത് ഇത് വലിയ വാർത്തയായതിനു ശേഷമാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഇടപെട്ട് ഒരു പ്രസ്താവന നിയമസഭയിൽ നടത്തേണ്ടി വന്നത്. അതിലും അദ്ദേഹം പറഞ്ഞു, കൊല്ലം ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ കൊട്ടാരക്കര DYSPയെ ചുമതലപ്പെടുത്തിയെന്ന്. ഇതെല്ലാം ഈ സംഭവം വലിയ വിവാദമായതിനു ശേഷം മാത്രമാണല്ലോ. ജനുവരി 15 മുതൽ മാർച്ച് 15 വരെ എന്തെങ്കിലും നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായോ? പോലീസ് പറയുന്ന ഈ വിശദീകരണ പ്രകാരം സഹകരിക്കാത്തതുകൊണ്ട്, വീട്ടുകാർ സഹകരിക്കാത്തതുകൊണ്ട് കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഈ വിചിത്രമായ വാദം മാത്രമല്ലേ ഉള്ളൂ? തീർച്ചയായും എനിക്കിതിനകത്ത് പറയാനുള്ളത്, കേരളത്തിൻ്റെയും ലോക മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ്. 10 വയസ്സുകാരി ഒരു പെൺകുഞ്ഞിന് ഇത് സംഭവിച്ചു എന്നുള്ളത് ഒരാൾക്കും മനസ്സിലാക്കാൻ ഒരുപക്ഷെ ആലോചിച്ചാൽ മനസ്സിലാകുന്നതല്ല. ഇവിടെ ഈ പ്രശ്നത്തെ മറ്റൊരു ഞാനിതിൻ്റെ ഐ വിറ്റ്നസ്സാണ്. ആദ്യം മുതൽ ഈ സംഭവം നടന്ന് അവിടെ ചെന്ന് നേരിൽ കണ്ട ആളാണ്. ഇവിടെ ചർച്ച ചെയ്ത പലരും ഇതിനകത്ത് ചർച്ച ചെയ്ത് ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ പ്രശ്നത്തെ കണ്ട ഏറ്റവും അവസാനം വന്ന ആളാണ്. അദ്ദേഹം ഇങ്ങനെ അപസർപ്പ കഥകൾ പോലെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അത്രയും വാചാലമായിട്ട് കാര്യമില്ല. ഇതിനകത്ത് മനസ്സാക്ഷിയുടെ പ്രശ്നമാണ്. ഞാൻ ബുദ്ധി കൊണ്ട് മാത്രം സംസാരിച്ചിട്ടില്ല, ഹൃദയം കൊണ്ടുകൂടി ഈ പ്രശ്നത്തെ കാണാനും സംസാരിക്കാനും നമ്മൾ തയ്യാറാവണം. ഇവിടെ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഈ കുഞ്ഞ് തൂങ്ങി നിൽക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു. പോലീസ് അകത്തുണ്ട്. ഞാനവിടെ നിന്ന് പോലീസിനോട് പറഞ്ഞ് കഥകിന് തട്ടി അകത്തേക്ക് കയറി പോലീസുമായിട്ട് സംസാരിക്കുമ്പോൾ പോലീസ് പറഞ്ഞത് ആത്മഹത്യയാണെന്നാണ് തോന്നുന്നത്. എന്നിട്ട് കത്തെടുത്ത് കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ കത്തിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ മൊബൈലിലെടുത്തു. അപ്പോൾ എന്നെ പോലീസ് വിലയ്ക്ക് അങ്ങനെ എടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ല, ഇത് കാണണമല്ലോ, ഇതിപ്പോൾ കത്ത് നിങ്ങൾ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പ്രശ്നം, ഒരു ആത്മഹത്യ ചെയ്യാൻ ഒരുപക്ഷെ മാനസികമായ സംഘർഷങ്ങളോ പിരിമുറുക്കങ്ങളോ ഉണ്ടാകുമ്പോഴാണ് ഒരു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരാൾ മാനസികമായി തയ്യാറെടുക്കുന്നത്. അങ്ങനെ ഒരു മാനസികമായി തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ ഇത്ര പക്വമായ നിലയിൽ ഇത്ര ഒരു പഴയ ലിപികൾ പോലെ ഉരുട്ടി നല്ല കൈയിഷ്ടത്തോടുകൂടി ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതില്ല. ആത്മഹത്യാക്കുറിപ്പെന്ന് എഴുതി അതിനകത്ത് വളരെ വ്യക്തമായി അടിവരയിട്ട് 15/1/2017 ഞായറാഴ്ച എന്ന് എഴുതി, ഞാൻ വീട്ടിലെ കലഹം മൂലം ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മറ്റാർക്കും ഉത്തരവാദിത്തമില്ല എന്ന് എഴുതി വെക്കുമ്പോൾ അതിൽ തന്നെ സംശയം അവിടെ വെച്ച് ഞാൻ രേഖപ്പെടുത്തിയതാണ്. ഇതിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം വേറെ ഒരുപാട് വിചിത്രമായ കഥകളുള്ളതാണ്. കാര്യം സാധാരണ ഒരു കുടുംബമല്ല, ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം അത്ര വലുതാണ്. കോട്ടെ അതിലേക്ക് ഞാൻ വരുന്നില്ല. അവിടെയുള്ള പ്രശ്നം ഇതുണ്ടായപ്പോൾ തന്നെ ഈ കുട്ടിയുടെ പിതാവ് അവിടെ വന്നു, അവിടെ ഒരു തർക്കം ഉണ്ടാകുന്നു, അവിടെ സംഘർഷം ഉണ്ടാകുന്നു. അപ്പം ഞാൻ തന്നെയാണ് മുൻകൈ എടുത്തിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും ഇവിടെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. ആ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നിട്ട് ഞാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും ചുമതലപ്പെടുത്തി. അവർ കൂടിയാണ്, പഞ്ചായത്ത് മെമ്പർ കൂടിയ അവിടെ 6-ാമല്ല പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് ഈ ആംബുലൻസിൽ കയറി പോകുന്നത്. ഇത് കൊണ്ട് ബോഡി കയറ്റാൻ തുടങ്ങുമ്പോൾ തന്നെ വലിയ സംഘർഷങ്ങളുണ്ടായി. ഞങ്ങൾ തോള് കൊടുത്തു നിന്നാണ് ആ പ്രശ്നത്തെ ഇടപെട്ടതും അവസാനം ഇപ്പോഴും ആ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ ഏറ്റവും അവസാനം എങ്ങനെയാണ് വന്നത്? ശരിയാണ്, ആ പ്രശ്നത്തിൽ ഇടപെട്ടയാൾ തന്നെയാണ്. പക്ഷേ ഈ 2 മാസം കൊണ്ട് പോലീസ് അന്വേഷണം എവിടെ വരെ എത്തി? ആരെയും ഇക്കാര്യത്തിൽ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തേണ്ടതുണ്ടോ എന്ന കാര്യം, ആത്മഹത്യ പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടുള്ളതാണല്ലോ, പോക്സോ വകുപ്പ് ചുമത്തിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യം
കാര്യമാണ്. എന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും ആരെയെങ്കിലും പിടികൂടാനുള്ള ശ്രമം ഈ 2 മാസത്തിനിടയിൽ ഉണ്ടായോ? ഇങ്ങനെ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രക്ഷോഭ പരിപാടികൾ അവിടെ സംഘടിപ്പിച്ചിരുന്നോ? പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന വസ്തുത തന്നെയാണ്. അതുകൊണ്ടാണ് മാതൃകാപരമായ നടപടി എടുക്കാൻ ഗവൺമെന്റ് ആർജവം കാണിച്ചത്. ഇവിടെയുള്ള പ്രശ്നം 16-ാം തീയതി ഫെബ്രുവരി മാസം 16-ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഞങ്ങൾ ഇവരും അറിയുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്നും തൊട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോഴാണ് ഈ വിഷയം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് അപകടകരമായ സ്ഥിതി ഉണ്ട്. കാരണം ഞങ്ങളിത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് വന്നാൽ ഞങ്ങളെ അറിയിക്കണമെന്നും സംശയം അദ്ദേഹം തന്നെ ഞങ്ങൾ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നില്ലേ? ജനുവരി 16 ആയിരിക്കും, ഫെബ്രുവരി 16 ആയിരിക്കാൻ സാധ്യതയില്ല. അടുത്ത ദിവസമല്ല. അല്ലല്ല, അടുത്ത ദിവസമല്ല. അടുത്ത ദിവസമല്ല. 30 ദിവസം കഴിഞ്ഞിട്ടാണ്. അല്ലല്ല, പ്രാഥമിക റിപ്പോർട്ട് 16-ാം തീയതി വന്നു. ഞാൻ ഫൈനൽ റിപ്പോർട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. സജികുമാർ, അതിനിടയിൽ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഫോറൻസിക് പരിശോധനയ്ക്കും അയച്ചുവല്ലോ. അതിന്റെ റിപ്പോർട്ട് വന്നിരുന്നു. അതെ, അതിന്റെ റിപ്പോർട്ട് വന്നിരുന്നു. അപ്പോഴാണ് പോലീസ് അന്വേഷണത്തിലേക്ക് പോയി എന്ന് പറഞ്ഞത്. പോലീസ് അന്വേഷണത്തിലേക്ക് പോയി ഞാൻ തന്നെ വിളിച്ചിട്ട് കുണ്ട്ര സിയെയും ബന്ധപ്പെട്ട ഇവിടെ പരാമർശിക്കപ്പെട്ട പോലീസ് ഓഫീസർമാരെ ഞാൻ വളരെ ഗൗരവമായി വിളിച്ചു പറഞ്ഞു, ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് അന്വേഷിച്ചില്ലെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിൽ വന്നിരിക്കും. ഞങ്ങൾ യഥാർത്ഥത്തിൽ സമരപരിപാടികൾ പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോഴാണ് ഞങ്ങളുടെ പ്രദേശത്ത് അതിദാരുണമായ ചില RSS സംഘർഷം ഉണ്ടായി. ഞങ്ങൾക്ക് അവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ച ദിവസം പോകാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത ദിവസം അതുകൊണ്ട് തന്നെയാണ് ഇത് പുറം ലോകം വരുന്നതിന് മുന്നേ തന്നെ 100 കണക്കിന് പ്രവർത്തകർ ഞങ്ങളാണ് അവിടെ സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ച് ഞാനടക്കൂടെ പോയി സ്റ്റേഷനിൽ പോലീസിനെ അടക്കം വളഞ്ഞു വെച്ചു. ആ തീരുമാനം എടുപ്പിക്കാൻ കഴിയാതെ കടുത്ത സമ്മർദ്ദമുണ്ടായി. ഞങ്ങളെല്ലാം ചെന്ന് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് പല കഥാപാത്രങ്ങളുടെ രംഗപ്രവേശനം ചെയ്തത്. എന്നിട്ട് ആവശ്യമില്ല രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉപയോഗിക്കുന്നത്. ദേവിയത് അത്തരം രാഷ്ട്രീയ സജികുമാർ, അത് മാത്രമല്ല പ്രശ്നം. 2 മാസം കൊണ്ട്, ഈ 2 മാസത്തിനുള്ളിൽ ആത്മഹത്യ എന്ന നിഗമനത്തിൽ എത്തിയതല്ലാതെ പോലീസ് എന്തെങ്കിലും തുടർ നടപടികൾ ചെയ്തിട്ടുണ്ടോ? ആരെയും പിടികൂടുവാനുള്ള ശ്രമം നടത്തിയിട്ടില്ലല്ലോ. പോലീസ് നിരവധി തവണ അന്വേഷണം നടത്തുമ്പോൾ പോലീസ് ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് അത് ബാലിശമായ അഭിപ്രായമാണ്. പോലീസിന്റെ അഭിപ്രായം ഇവർ സീനിയർ സിറ്റിസൺ ആണ്. ഞങ്ങൾ ചില സംശയങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. അവർ സീനിയർ സിറ്റിസൺ ആണ്, അവർ ഞങ്ങൾക്ക് ഉദ്ദേശിച്ച പോലെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവർ ഞങ്ങളോട് സഹകരിക്കുന്നില്ല, ആത്മഹത്യ ചെയ്യുന്നതാണ് പറയുന്നത്. അവിടെ ഒരു വനിതാ SI അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞത് അവർ ആത്മഹത്യ ചെയ്യും, നിങ്ങളുടെ പേര് എഴുതിയിട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് ബാലിശമായ അഭിപ്രായങ്ങൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ട് വന്നതിന് ശേഷം പോലീസ് എന്തായാലും IPC 375, 376 ഇവ പ്രകാരം കേസെടുത്തു. പോക്സോ നിയമവും ചുമത്തുകയുണ്ടായി. ഇവിടെ കൊണ്ട് പോലീസിന്റെ അന്വേഷണം തീർന്നു എന്ന് വേണ്ടേ കരുതാൻ? ഇവിടെ പോലീസ് പറയുന്ന ന്യായം, അതിപ്പോൾ DYFI നേതാവായ സജികുമാർ തന്നെ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. സഹകരണം വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അവർ ആത്മഹത്യ ചെയ്യുമെന്ന